ന്യൂസിലാൻഡിൽ പശുവും ആടിനും ശേഷം ഏറ്റവും അധികം കണ്ടുവരുന്ന വേറൊരു സാധനമാണ് ആക്റ്റീവ് വോൾക്കാനോസ്. വെറുതെ പറഞ്ഞതല്ല, ഇവിടെ അത്യാവശ്യം കൂടുതൽ തന്നെ ഒരു 80 ആക്റ്റീവ് വോൾക്കാനോസിലധികം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നത്, ഈ നേരെ കാണുന്ന മഞ്ഞില്ലേ, അതൊരു ആക്റ്റീവ് വോൾക്കാനോ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുപോരാഞ്ഞിട്ട് അവിടെ നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? എന്നാൽ ഇതൊക്കെ ശരിയാണ്, നമുക്ക് അവിടെ പോയി കാണുകയും ചെയ്യാം, ആ മഞ്ഞിൽ കളിക്കുകയും ചെയ്യാം. ഇതിപ്പം ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചുമയും ജലദോഷമൊന്നും അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കുറച്ച് ശബ്ദത്തിനും അതുപോലെ എൻ്റെ സംസാര രീതിക്കും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ കാണുന്ന ഈ റോഡൊക്കെ ഇല്ലേ, ഇതൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന റോഡാണ്. പക്ഷേ നമ്മൾ വന്ന സമയം കുറച്ച് വൈകിയത് കൊണ്ട് വാക്കുകളൊന്നും അങ്ങോട്ട് മര്യാദയ്ക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാട്ടോ. കാരണം തൊണ്ടയൊക്കെ കുറച്ചൊന്ന് അടഞ്ഞിരിക്കുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ റോഡൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. അത്യാവശ്യത്തിൽ മഞ്ഞൊക്കെ ഉരുകി റോഡ് സൈഡിൽ ഇതുപോലെ കുറച്ച് ഉരുകാൻ ബാക്കിയുള്ള മഞ്ഞ് മാത്രമാണ് ഇനി കിടക്കാനുള്ളത്. അപ്പോൾ നമ്മളിത് ഈ കുന്നുമലയൊക്കെ കയറി നമ്മുടെ മഞ്ഞുമലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിൻ്ററൊക്കെ അത്യാവശ്യം കഴിയാറായി. എന്നാലും ഇവിടുത്തെ മഞ്ഞൊക്കെ ഉരുകി തീരാൻ കുറച്ച് ടൈം എടുക്കും എന്ന് കേട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് തന്നെ പോകുന്നത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം ന്യൂസിലാൻഡ് വരാനും അതുപോലെ ഇവിടെ താമസിക്കാനൊക്കെ പറ്റുന്നത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെ പറയണം. കാരണം അത്രയും ഭംഗിയാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ സ്ഥലം. ആ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ന്യൂസിലാൻഡിനെ സ്നേഹിക്കാൻ ഇതുപോലെ പുതിയ പുതിയ ഓരോ കാരണങ്ങൾ. ഞങ്ങളപ്പോൾ മഞ്ഞുമല കാണാൻ വന്നിരിക്കുകയാണ് ന്യൂസിലാൻഡിൽ. എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും ന്യൂസിലാൻഡിൽ മഞ്ഞില്ലേ മഞ്ഞില്ലേ എന്നുള്ളത്. അപ്പോൾ ന്യൂസിലാൻഡിൽ മഞ്ഞുണ്ട്, അത് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് മഞ്ഞുമല കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമ്മുടെ ന്യൂസിലാൻഡ് ഫാമിലി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഹർഷയാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാൻ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഫുൾ പരിപാടിയും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. വെൽക്കം ടു അൺഫിൽറ്റേർഡ് വിത്ത് നീരു. മഞ്ഞുണ്ടായില്ലേ? മഞ്ഞ് 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 ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇന്ത്യയിൽ എന്താ മഞ്ഞൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ മഞ്ഞ് കാണുമ്പോൾ ഇത്ര ആഹ്ലാദം എന്ന്. അങ്ങനെയല്ല, നമുക്ക് ഇത്രയും ഭംഗിയുള്ള ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും. അപ്പം നമ്മളിത് നമ്മുടെ മഞ്ഞുമലയുടെ അടുത്ത് എത്താറായി. എല്ലാവരും ടയേർഡായപ്പോൾ ഒന്ന് വണ്ടി നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇത് അർജുൻ ചേട്ടനുണ്ട്, ദീപു ഉണ്ട്, അലീന ഉണ്ട്, ഹർഷയുണ്ട്. ഹർഷയുണ്ട്, പിന്നെ ജിത്തുമോനുണ്ട്. ആരും ജിതിനെ കണ്ടിട്ട് മനസ്സിലാവാണ്ടിരിക്കണ്ട, ഇത് ജിതിൻ തന്നെയാണ്. ഒന്ന് ജസ്റ്റ് പിന്നെ നിസ ചേച്ചി ഉണ്ട്, അഖിലുണ്ട്, ലിജോ ചേട്ടനുണ്ട്, ആദിയുണ്ട്. എല്ലാവരും ഇല്ല, ഇത്ര ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ആ മലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വഴിയെ പറയും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ നേരമായി ഡ്രൈവിംഗ് തുടങ്ങിയിട്ട്. ഓക്ലാൻഡിൽ നിന്ന് ഏകദേശം ഒരു 4-5 മണിക്കൂറുണ്ട് നമുക്ക് ഈ കാണുന്ന മഞ്ഞുമല. ഞാൻ കുറേ നേരമായിട്ട് ഈ കാണുന്ന മഞ്ഞുമല, ഈ മഞ്ഞുമല, ആ മഞ്ഞുമല എന്ന് പറയാന്നല്ലാതെ ഇത് ഏതാ സ്ഥലം എന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഇതാണ് ഫക്കപ്പാപ്പ വില്ലേജിലുള്ള മൗണ്ട് റുപ്പേഹു. എന്ന് വെച്ചാൽ മൗണ്ട് റുപ്പേഹു എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. വേറെ പല രാജ്യങ്ങളിൽ പോലെ അധികം മഞ്ഞ് പെയ്യുന്ന സ്ഥലമല്ല ന്യൂസിലാൻഡിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്തു വരുള്ളൂ. അതിൽ തന്നെ നമ്മളുള്ള നോർത്ത് ഐലൻഡിൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് കാണുന്ന ഈ സ്ഥലമാണ് ഈ പറയുന്ന ഈ മല അഥവാ മൗണ്ട് റുപ്പേഹു. അപ്പോൾ പൊതുവെ മൗണ്ട് റുപ്പേഹുവിൻ്റെ നോർത്ത് പാർട്ടിലും അതുപോലെ സൗത്ത് വെസ്റ്റ് പാർട്ടിലുമാണ് ടൂറിസ്റ്റും അതുപോലെ സ്കീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഫുൾ ബാക്കിയുള്ള മലകളിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഈ 2 സൈഡും ഓപ്പൺ ആണ്. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇതിന്റെ നോർത്ത് സൈഡായിട്ടുള്ള ഭാഗത്ത് പോയിരുന്നു. അവിടെയാണ് കുറച്ചും കൂടി ടൂറിസ്റ്റി സ്പോട്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ടുറോ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം കുറച്ചുകൂടി സ്കീയിങ്ങിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്.
അപ്പോൾ എന്തായാലും മൗണ്ട് റുപ്പേഹയുടെ സദേൺ വെസ്റ്റ് പാട്ട് കാണുന്നതിന് മുന്നേ നമുക്കൊന്ന് നോർത്ത് പാട്ട് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ അതൊന്ന് പോയി കാണാമല്ലേ. അങ്ങനെ നമ്മൾ മൗണ്ട് റുപ്പേഹുവിൻ്റെ നോർത്ത് പാർട്ടൊക്കെ കണ്ട് തിരിച്ച് സൗത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ട്രിപ്പായ സൗത്ത് ടുറോയിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മളിത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്ക് ഫുള്ള് ക്ലൗഡി ആയിരുന്നു, പിന്നെ നല്ല മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. ഇന്ന് മാത്രമാണ് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് വട്ടം കറങ്ങിയിട്ടാണ് ഞങ്ങൾക്കൊക്കെ പാർക്കിംഗ് കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു തണുത്ത കാറ്റും ഉണ്ട്, അതിൻ്റെ ഒപ്പം ഒരു വെയിലും ഉള്ളത് കൊണ്ട് നല്ലൊരു സുഖമുണ്ട്. നമുക്ക് ആ ഒരു ക്ലൈമറ്റ് നല്ല രസമുണ്ട്. എന്തായാലും മഞ്ഞുമല കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കാരണം എനിക്കിഷ്ടമാണ് മഞ്ഞുമലയൊക്കെ. എനിക്ക് പണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ നമ്മൾ പണ്ട് അച്ഛൻ ആർമിയിലുണ്ടായിരുന്ന സമയത്ത് ഗുൽമാർഗിൽ പോയിരുന്നു. ആ ഒരു ഓർമ്മയൊക്കെ വരുന്നത്. പക്ഷേ ഗുൽമാർഗിൻ്റെ അത്ര ഭംഗിയൊന്നുമില്ല. ഗുൽമാർഗൊക്കെ പോകുന്ന വഴിക്ക് നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതങ്ങനെ അത്ര ഭംഗി തോന്നിയില്ല എനിക്ക്. പക്ഷെ എന്നാലും ഒരു രസമുണ്ട്. ന്യൂസിലാൻഡിൽ ഇനി മഞ്ഞില്ല, മഞ്ഞ് കണ്ടില്ല എന്ന് പറയരുതല്ലോ. ഇത് കണ്ടോ, മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുക്കി വെള്ളമാവാൻ തുടങ്ങി. ഇത് അവിടെ നിന്നൊക്കെ മഞ്ഞ് അത്യാവശ്യം ഉരുകി തുടങ്ങി. ആ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉരുകിയത് അവിടെയൊക്കെ കണ്ടു, അതൊക്കെ ഉരുകിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ഏരിയയിലൊക്കെ ഉള്ളൂ മഞ്ഞ്. കാരണം ഒരു ഒക്ടോബറൊക്കെ കഴിയുമ്പോഴേക്കും മഞ്ഞ് തീരേണ്ടതാണ്. ഇപ്പം ന്യൂസിലാൻഡിൽ ഒഫീഷ്യലി വിൻ്റർ നെക്സ്റ്റ് വീക്കോട് കൂടി എൻഡാവും. നെക്സ്റ്റ് വീക്ക് മുതൽ ഡേ ലൈറ്റ് സേവിങ് ഒക്കെ ഇതാവേണ്ടതാണ്. അപ്പോൾ ഒരു നമ്മൾ സ്പ്രിങ്ങിലോട്ട് കടന്നു ഓൾമോസ്റ്റ്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ട് ഇവിടെ. ബട്ട് സ്റ്റിൽ ഒരു രസമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. നോർത്ത് സൈഡിലും അതെ, സൗത്തിലും അതെ, രണ്ട് സ്ഥലത്തും അതിൻ്റേതായ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർത്തിൽ പക്ഷേ നമുക്ക് ഗൊണ്ടോല അവൈലബിൾ ആണ്. ഗൊണ്ടോല പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കേബിൾ കാർ എന്നൊക്കെ പറയില്ലേ, ആ സെയിം സംഭവം തന്നെ. പക്ഷെ ഗൊണ്ടോല കവേർഡ് ആയിട്ടുള്ള ഗൊണ്ടോല ഉണ്ട് നോർത്ത് സൈഡിൽ. പക്ഷെ ടുറോയിൽ നമുക്ക് ഗൊണ്ടോല അവൈലബിൾ അല്ല, ചെയർ ലിഫ്റ്റേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും സ്കീയിങ്ങിനാണല്ലോ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയർ ലിഫ്റ്റാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മളൊരു ചെയർമേ ഇരിക്കുന്നു, അത് ചെറിയൊരു കമ്പി വെച്ചൊരു സപ്പോർട്ട് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നു, അതിലങ്ങ് പോകുന്നു. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു അത്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ സ്കീയിങ്ങിന് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ്. നമുക്കിതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിനൊന്നും പോയില്ല.
ഇനി അഥവാ സ്കീയിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ തന്നെ അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അവരൊരു 1 hour ട്രെയിനിങ് ഒക്കെ തന്ന് നമുക്ക് സ്കീ ചെയ്യാം. പക്ഷേ കുറച്ച് ഡേഞ്ചറസ് ആയ സംഭവമാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 2-3 ആൾക്കാർക്ക് ഇഞ്ചുറി പറ്റിയിട്ട് കൊണ്ടുവന്നത് കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ ആരും അതിന് മുതിർന്നില്ല. നമ്മളെന്തായാലും എൻട്രൻസ് ടിക്കറ്റ് ഒക്കെ എടുത്തു. നമ്മളിത് എല്ലാവരും കൂടി ഇനി മലമുകളിലോട്ട് അങ്ങ് കയറാം എന്ന് ഓർത്തിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? മഞ്ഞുമല തോന്നുന്നു. ഈ ഒമ്പോ ഇതെന്താ ഭയങ്കര അടിപൊളി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഹാപ്പിയാണോ? അങ്ങനെ ഇതേ നമ്മൾ അടുത്ത ടിക്കറ്റൊക്കെ എടുത്തു. നമ്മളിത് ചെയർ ലിഫ്റ്റ് കയറാൻ പോവുകയാണ്. പക്ഷെ ചെയർ ലിഫ്റ്റ് ആണെന്നുള്ള കാര്യം ജിതിന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴാണ് അറിഞ്ഞത്. കാരണം ഗൊണ്ടോല കുറച്ചുകൂടെ സേഫ്റ്റി ഒക്കെ ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇത് കുറച്ച് സീനായതുകൊണ്ട് ജിതിന് കുറച്ച് പേടിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് മഞ്ഞൊക്കെ ഇത് ഒരുക്കാൻ തുടങ്ങി. ഇതേ കണ്ടില്ലേ, മഞ്ഞൊക്കെ ഒരുക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അവിടെ എന്തോ ആക്സിഡൻ്റ് ഒക്കെ പറ്റി എന്തോ ഇഞ്ചേർഡായിട്ട് ഇവിടുത്തെ മെഡിക്കൽ ടീമും ഒക്കെ കൂടിയിട്ട് ആ ആളെ പൊക്കിക്കൊണ്ടു പോകുന്നതാണ്. ഞങ്ങൾ ശരിക്കും അത് കണ്ടപ്പോൾ പേടിച്ചു പോയി. ആളെ ഫുൾ കെട്ടി മൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലെ നമ്മൾ 2-3 സംഭവം കണ്ടു. അതോടെ നമ്മൾ ആരും പിന്നെ സ്കീയിങ്ങിന് പോകണ്ടെന്ന് തീരുമാനിച്ചു. ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ ഇവിടുന്ന് കയറി കഴിക്കാം. ദേ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയ ആൾക്കാരുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഒരാൾ പോലും വേറെ എടുത്തുകൊണ്ട് പോവുകയോ മാറി എടുക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആവണമായിരുന്നു. അതൊന്നും അവിടെ ഒരെണ്ണം പോലും ബാക്കി ഉണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാവരും ഭയങ്കര ആ കാര്യത്തിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഒരാൾ പോലും വേറെ ഒന്നും വന്ന് എടുക്കുകയോ ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതേ അർജുൻ ചേട്ടന് ഒരു ടാസ്ക് കിട്ടി. അർജുൻ ചേട്ടൻ എന്തോ വലിയ ഫോട്ടോഗ്രാഫറാണെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്നിട്ട് അവരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഫോട്ടോ പതിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇവർ ഈ മഞ്ഞിൽ കൂടെ നടക്കുന്നത്. ഞങ്ങൾ പറയുമായിരുന്നു നമുക്ക് നോർമൽ ഷൂസ് ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല, ഇവരെങ്ങനെ ഈ മഞ്ഞിൽ കൂടെ നടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചെയർ ലിഫ്റ്റിൽ കയറാനുള്ള ക്യൂവിൽ നിന്നു. ക്യൂവിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പകുതി വരും ചെയർ ലിഫ്റ്റാന്നൊക്കെ അറിയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ട്രെയിനിങ്. ഈ സംഭവത്തിൽ കൂടെ ആണ് ട്രെയിൻ ചെയ്യിപ്പിക്കുക. കുഞ്ഞു പിള്ളേരും അതുപോലെ വലിയ ആൾക്കാരും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ മഞ്ഞുമലയുടെ ഏറ്റവും താഴത്തുനിന്ന് ഓൾമോസ്റ്റ് ഒരു മുകളിലേക്ക് കയറാൻ പോവാണ്. ഏറ്റവും അറ്റം വരെ നമ്മൾ പോകുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു മുകളിലെത്തും. അപ്പോൾ ഇതാണ് ചെയർ ലിഫ്റ്റ്. നമ്മളിത് ഇങ്ങനെ ചാടി കയറി അങ്ങ് ഇരിക്കുക, ഫ്രണ്ടിലേക്ക് ആ കമ്പി അങ്ങ് പിടിച്ചിടുക, ഇത്രയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോവുക എന്നൊരു പോക്ക് ഇല്ല കേട്ടോ. ഇത് സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഇറങ്ങുകയാണ്, പക്ഷെ അത് നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. കയറിയപ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കിത് പറ്റില്ലായിരിക്കുന്നു, പക്ഷെ ഇപ്പോൾ ഓക്കെ. നിങ്ങൾ വിചാരിക്കും ജിതിൻ കണ്ണടച്ചിരിക്കുക വെളിച്ചം കാരണം എന്നൊക്കെ. ഒരിക്കലുമല്ല, ജിതിൻ പേടിച്ചിട്ട് കണ്ണടച്ചിരുന്നതായിരുന്നു അത്. കാരണം ഇതിന് ചെറിയൊരു കുലുക്കം ഉണ്ടായിരുന്നു. നമ്മൾ കയറിയപ്പോൾ ഒന്ന് പേടിച്ചു ഭയങ്കരമായിട്ട്. ഒരു ചെറിയ കുലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു. നല്ല ഭംഗി, നമുക്ക് എവിടെ നോക്കിയാലും ഭംഗി. താഴേക്ക് നോക്കിയാലും ഭംഗി, മുകളിലേക്ക് നോക്കിയാലും ഭംഗി, നേരെ നോക്കിയാലും ഭംഗി. അത്രയും ഓരോന്നിനും ഓരോ ഭംഗിയായിരുന്നു. പല സൈഡിൽ മഞ്ഞുണ്ട്, പല സൈഡിൽ ഇതുപോലെ പാറകളുണ്ട്, ചില സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരുന്നുണ്ട്, ചില സൈഡിൽ ഇങ്ങനെ വാട്ടർഫോൾ പോലെയുണ്ട്, ചില സൈഡിൽ ആൾക്കാർ സ്കീ ചെയ്യുന്നുണ്ട്, ചില സൈഡിൽ ആൾക്കാർ ഈ കേബിൾ ചെയറിൽ ഇരുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ജസ്റ്റ് ഒരു 5 minutes ഭയങ്കര രസത്തിലിരുന്ന് കണ്ട് രസിച്ചു. ഇവിടെയൊക്കെ സ്കീ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഹായ് ഹായ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. സോറി, എനിക്ക് ചുമയുണ്ട് കുറച്ച്. ഇതൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് അവിടുന്ന്. എനിക്ക് ക്യാമറയിൽ അത്രയും ആ ഒരു ഭംഗി കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഒരു ഫുൾ വൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൽ കുറച്ചിങ്ങനെ കല്ലൊക്കെ ആയിട്ട്. ഇറ്റ്സ് സോ നൈസ്. ഇനി നമ്മൾ മുകളിൽ പോയിട്ട് കുറച്ച് നേരം മഞ്ഞിലൊക്കെ കളിക്കും. അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ചകന്ന് പോയി കൈ. അവിടെ നോക്ക്, അവിടെ അത്രയും മഞ്ഞ് മൂടി കിടക്കുകയാണ്. അവിടെ ആൾക്കാർ സ്കീ ചെയ്യുന്നുണ്ട് അറ്റത്തൊക്കെ. പോയി ഗൈസ്, ഞങ്ങളിത് പകുതിയൊക്കെ വെച്ച് നിന്നു. തുടങ്ങി, വീണ്ടും തുടങ്ങി. രക്ഷപ്പെട്ട് പെട്ടെന്ന് വന്നു കരണ്ട്.
അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളെല്ലാവരും ഇത് ഈ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെത്തിയപ്പോൾ ഒരു രക്ഷയില്ല. ഫുള്ള് നീല ആകാശം, വെള്ള കളർ മഞ്ഞ്. എൻ്റെ അമ്മേ എന്ത് രസമായിരുന്നു. അപ്പം നമ്മളുടെ ഇനി കലാവിരുതിലോട്ട് കിടക്കും. എന്നറിയരുത് എൻ്റെ പൊന്നെ ദൈവമേ. സാറില്ല എന്ത് ചെയ്യാൻ ഈ ഫോൺ ഇതാങ്ങിക്കോളൂ. ശരി എടാ പതക്കെ അറിഞ്ഞാ മതി കാലിന്റെ അടുക്ക്. എന്നെ ഫോൺ അതാ എന്റെ വെതർ പ്രൂഫ് അല്ല ക്യാമറ, ലെൻസ് വെതർ പ്രൂഫ്. എടുക്കാൻ വയ്യ. ഹർഷയുടെ ബാഗിൽ ഹർഷയുടെ ആമത്തോടിന്റെ അകത്ത് എന്റെ കോൺട്രിബ്യൂഷൻ. എന്തുവാടാ വീഴല്ലേ? ഇവിടുന്ന് റൗണ്ടായി എടുക്ക്. ഗ്ലൗസ് ഉള്ളവര് ഇവിടുന്ന് എടുക്കുവാവേ. ഇതൊക്കെ എടുക്ക്. ഇതൊക്കെ എടുത്ത് അവിടെ കൊണ്ടുകൊടുക്ക. എന്റെമാർക്ക് അത് കൊണ്ടുകൊടുക്ക്. നോക്ക് ബാഹുബലി. നമ്മളിപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇതെന്തോ ഈ പറഞ്ഞ പോലെ അപകടം പറ്റിയിട്ട് എമർജൻസി ആയിട്ട് മെഡിക്കൽ ടീം വരുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടത്തോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അത്യാവശ്യം കുറച്ചധികം നേരം തന്നെ സ്നോയിലൊക്കെ കളിച്ചു. എന്നിട്ട് ഇതിനി ഫുഡൊക്കെ കഴിക്കാമെന്ന് ഓർത്തു. കാരണം നമുക്ക് അവിടുന്ന് കഴിക്കാൻ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറിയില്ല. പുറത്തെവിടെയെങ്കിലും ഇറങ്ങിയിട്ട് കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ കുറച്ചിങ്ങ് പോന്നു. ഒരു ചൈനീസ് കട കണ്ടു, അവിടെ കയറി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, നമ്മുടെ കുറച്ച് വിന്റർ ഫൺ വീഡിയോ ആയിരുന്നു. എന്തായാലും വിന്ററൊക്കെ കഴിഞ്ഞു. അപ്പം വിന്റർ ഫൺ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു അടിപൊളി സൂപ്പർ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.